ഒരു മുൻ രാഷ്ട്രപതിയെ പാർലമെന്റിലേക്ക് അയച്ച പാരമ്പര്യമാണ് പഴയ ഒറ്റപ്പാലമായിരുന്ന ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിനുള്ളത്. പട്ടികജാതി സംവരണ മണ്ഡലമായ ആലത്തൂരിന്റെ മനസ്സ് മിക്കപ്പോഴും ഇടതുപക്ഷത്തിനൊപ്പമാണ് നിന്നിട്ടുള്ളത്. കാൽനൂറ്റാണ്ടിലേറെ കാലത്തിനു ശേഷം UDF വിജയിച്ച മണ്ഡലം തിരിച്ചുപിടിക്കാൻ കരുത്തനായ സ്ഥാനാർത്ഥി ഇടതുമുന്നണി ഇറക്കുന്നതോടെ ആലത്തൂരിൽ ഇത്തവണ തീപാറും. കർഷകരും കർഷക തൊഴിലാളികളും ഇടത്തരം കച്ചവടക്കാരും ഉൾപ്പെടുന്ന ഗ്രാമീണ ജനത അധിവസിക്കുന്ന ആലത്തൂർ ലോക്സഭാ മണ്ഡലം പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ, നെന്മാറ, തരൂർ, ആലത്തൂർ മണ്ഡലങ്ങളും തൃശൂർ ജില്ലയിലെ ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി മണ്ഡലങ്ങളും ചേർന്നതാണ്. പട്ടികജാതി സംവരണ മണ്ഡലമായ ആലത്തൂർ 2008 മുൻപ് ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലമായിരുന്നു. മുൻ രാഷ്ട്രപതി KR നാരായണനെ 3 തവണയാണ് ഒറ്റപ്പാലം ലോക്സഭയിലേക്ക് അയച്ചത്. എന്നാൽ നടന്ന 13 തെരഞ്ഞെടുപ്പുകളിലും ആലത്തൂരും ഒറ്റപ്പാലവും 5 തവണ മാത്രമാണ് കോൺഗ്രസിനൊപ്പം നിന്നത്. 93 മുതൽ നീണ്ട 26 വർഷക്കാലം ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു ആ ജനതയുടെ മനസ്സ്. ഏത് കാറും കോളും വന്നാലും ഇളകില്ലെന്ന് ഇടതുമുന്നണി ഉറപ്പിച്ചിരുന്ന ആലത്തൂർ പക്ഷേ 2019 മാറി ചിന്തിച്ചു. പൊതുവായ രാഷ്ട്രീയ സാഹചര്യത്തിൽ മണ്ഡലം കോഴിക്കോട് നിന്നെത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവ് രമ്യ ഹരിദാസിനൊപ്പം നിന്നു. തിരഞ്ഞെടുപ്പിന് മുൻപ് UDF പോലും ആലത്തൂരിൽ വിജയം ഉറപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പുതുമുഖമായ രമ്യയെ മത്സരിപ്പിക്കുന്നതിൽ കാര്യമായ എതിർപ്പും പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയർന്നിരുന്നില്ല. ഗായിക കൂടിയായ രമ്യ അങ്ങനെ ആലത്തൂരിൽ പാട്ടും പാടി ജയിച്ചു. ഇത്തവണയും പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നും MP എന്ന നിലയിലുള്ള പ്രവർത്തനത്തിൽ തനിക്ക് സംതൃപ്തിയുണ്ടെന്നുമാണ് രമ്യയ്ക്ക് പറയാനുള്ളത്. ആലത്തൂര് പാർലമെന്റ് മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാലോ, കാരണം ഈ മണ്ഡലത്തിലുള്ള ജനങ്ങളാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം. അപ്പം അതുകൊണ്ട് തന്നെ അടുത്ത തവണത്തെ ഒരു അവസരം പാർട്ടി നൽകിയാൽ ഈ മണ്ഡലത്തിനെ പ്രതിനിധീകരിക്കാൻ തയ്യാറാണ് എന്നുള്ളത് തന്നെയാണ്. ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള പ്രദേശങ്ങൾ ചേരുന്ന ആലത്തൂർ മണ്ഡലത്തിൽ കരുത്തനും ജനകീയനുമായ സ്ഥാനാർത്ഥിയെ നിർത്തി മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇടതുമുന്നണി. ഏത് സാഹചര്യത്തിലാണെങ്കിലും 2019 ഇനി ആവർത്തിക്കില്ലെന്നും ആലത്തൂരിൽ ഇത്തവണ ഇടതുമുന്നണി സ്ഥാനാർത്ഥി തന്നെയാവും വിജയിക്കുകയെന്നും CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. കഴിഞ്ഞ തവണ എല്ലാ മണ്ഡലങ്ങളും അടിസ്ഥാനപരമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ ജനസ്വാധീനമാണ് ഉണ്ടായിരുന്നത്. അത് 2019 ചില രാഷ്ട്രീയ സംഭവവികാസങ്ങൾ അന്നത്തെ സാഹചര്യത്തിൽ വിജയിക്കുകയുണ്ടായി. ആ വിജയമൊന്നും ഒരു ഘട്ടത്തിലും കോൺഗ്രസ് ആവർത്തിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി ആലത്തൂർ തിരിച്ചുപിടിക്കും, പാലക്കാടും തിരിച്ചുപിടിക്കും. ആലത്തൂരിലെ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഒപ്പമുള്ളതും ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള പ്രദേശങ്ങളായതും ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. BJP വോട്ടുകൾക്ക് കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയാത്ത മണ്ഡലത്തിൽ അടിയൊഴുകിയെത്തുന്ന വോട്ടുകളിലാണ് കോൺഗ്രസിന്റെ കണ്ണ്. കാർഷിക മേഖല കൂടിയായ മണ്ഡലത്തിൽ കർഷകരുടെ വോട്ടും എന്നും നിർണായകമാണ്. പാലക്കാട്, തൃശൂർ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ആലത്തൂർ മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ ഇടതുമുന്നണി ഇറങ്ങുമ്പോൾ ഗ്രൂപ്പ് വഴക്കിന്റെ അടിയൊഴുക്കിൽ മണ്ഡലം കൈവിടുമോ എന്ന ആശങ്കയാണ് UDF ക്യാമ്പിലുള്ളത്. ഇടതു വലത് മുന്നണികൾ ശക്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കുന്ന ആലത്തൂരിൽ ഇത്തവണ മത്സരം കടുക്കുമെന്ന് ഉറപ്പാണ്. ഇർഫാൻ ഇബ്രാഹിം, കൈരളി ന്യൂസ്, പാലക്കാട്.